സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. ഇന്നലെയാണ് കൊല്ലം ഓയൂർ ജംഗ്ഷനിൽ ഇന്നലെയാണ് കഴിഞ്ഞ ദിവസം ഓയൂർ ജംഗ്ഷനിൽ ഒരു അസാധാരണ സംഭവം ഉണ്ടായി. എന്താണ് പുതിയ കണ്ടുപിടുത്തം? പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല എന്ന കാരണത്താൽ അൽത്താഫ് എന്ന യുവാവിന്റെ വാഹനത്തിന് മോട്ടോർ വാഹന വകുപ്പ് 5000 രൂപ പിഴയിട്ടു. സ്വാഭാവികം. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയ വാഹനത്തിന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ഓൺലൈനിൽ അൽത്താഫും തപ്പി. ആ ദൃശ്യങ്ങൾ ഇത് പൊളിക്കും. പഠിക്കുന്നുണ്ട്. അപ്പൊ സാർ, നിങ്ങൾക്കുള്ള വണ്ടിക്ക് പൊല്യൂഷൻ വേണോ വേണ്ടേ? അപ്പൊ ഇതിന് ഈ വണ്ടിക്ക് എന്താ പൊല്യൂഷൻ ഇല്ലാത്ത? അപ്പൊ നിങ്ങളെ സർക്കാരിന്റെ വണ്ടിക്ക് നിങ്ങൾ അടിക്കും. വെറുതെ കിടന്ന് ഉരുളാദാശനെ. താൻ ഒരു ഗോൾ അടിച്ചാൽ ഞാൻ 10 ഗോൾ തിരി അടിക്കും. താൻ എന്ത് വിചാരിച്ചു? തനിക്ക് മാത്രമേ ബുദ്ധിയുള്ളോ? അല്ലല്ല, അങ്ങനെ പോകാൻ പറ്റും സാറ്. അല്ല, അവിടെ നിക്ക് സാറ്, ഇത് അടിച്ചിട്ട് പോയാൽ മതി. സാർ അവിടെ നിക്ക്. അതിന് തന്നാരും വിളിച്ചില്ല. എല്ലാവർക്കും നിയമം ബാധകമാണോ സാറേ? ഞാൻ പറയുന്നേക്ക് ഇപ്പൊ നിങ്ങളെ എനിക്ക് മനസ്സിലായി. ഈ കാണുന്ന അല്ലവൻ, ഈ കാണിക്കുന്നത് മനസ്സിലായ 1-2 നിങ്ങൾ അടിക്കുന്നത്. രാവിലെ ഇവിടെ വന്നിടന്ന് 1000, 2000, 3000 ഒക്കെ നിങ്ങൾ അടിച്ചു തരുന്നത്. ഇത് ഏത് പൂച്ചാക്കല നിയമമാ? ക്ലിയർ ആവണ്ടേ? ഒരു 30 അവിടെ തൊട്ട് ഇവിടം വരെ അടിക്കും. ഞാൻ 5000 രൂപ അടിച്ചു തന്നു. പൊല്യൂഷൻ ഇല്ലാത്ത 2000. ഇവരെ വണ്ടിക്ക് അതെന്തോ കൊമ്പുണ്ടോ? ഇതാ വടി കൊടുത്ത് അടി മേടിക്കാന്ന് പറയണേ. ഇതാ ഉണ്ടായേ. എല്ലാരും ജീവിക്കാൻ വേണ്ടി, രാവിലെ എല്ലാരും ജീവിക്കാൻ വേണ്ടി വരുന്നത്. അടിച്ചോ? ഞങ്ങളിപ്പോ എടുത്തിട്ട് കാണിച്ചാ മതി. എന്നാ ആയിക്കോട്ടെ. സാറിന് വണ്ടിക്ക് അടിച്ചായിരുന്നു. അപ്പൊ അടിച്ചില്ലേ? അപ്പൊ വേറെ കാര്യങ്ങളൊന്നുമില്ല, ഇത്രയേ ഉള്ളു. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. നിങ്ങൾ അങ്ങോട്ട് മാറുമ്പോ അടുത്ത പോലീസുകാര് ഇവിടെ കടകളിൽ കച്ചവടം ആൾക്കാർ മൊത്തം അങ്ങോട്ടും ഇങ്ങോട്ട് വരണ്ട് ഓടുക. ഏതാണ്ട് എലിക്കണിയിൽ സൂന വെട്ടതുപോലെ സൂന വെട്ട എടുക്കാനും പറ്റില്ല, കെണി ചുമന്നുകൊണ്ട് നടക്കുകയും ചെയ്യണം. ചുമക്കാതെ വേറെ കാര്യമില്ല സാറേ. രാവിലെ 8:30 മണി തൊട്ടേ 9:15 വരെ എല്ലാരും ജീവിക്കാൻ വേണ്ടിയാ വരുന്നത്. എന്താ നീ ഇപ്പൊ ചെയ്തതൊക്കെ വളരെ വിശേഷമായിരിക്കുന്നു. ഞാൻ ഇതൊന്നും എന്റെ ജീവിതത്തിൽ മറക്കില്ല. ഞാൻ പോട്ടെ.